ഒരു നുണ കുറേ പ്രാവശ്യം ഇത് കേട്ട് കഴിയുമ്പോൾ സത്യമാറുന്നത് എങ്ങനെയാണ് മനസ്സിലായില്ല അല്ലേ? നമ്മൾ ചെറുപ്പത്തിൽ ആനപ്പണ്ടത്ത് ചവിട്ടിക്കഴിഞ്ഞാൽ മുടി വളരുമെന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പലരും ഇത് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ വലുതായി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അത് സത്യമല്ല എന്നുള്ള കാര്യം. എന്നാൽ ഈ മനസ്സ് മാറാത്ത കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ, ഞാനടക്കം. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനമൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മൾ സത്യമാണെന്ന് വിശ്വസിച്ചു പോകും. എന്നിട്ട് സത്യമാണെന്ന് വിശ്വസിച്ച നുണയെ നമ്മൾ അതിശക്തമായിട്ട് വാദിക്കും. അപ്പോൾ അതെന്താണ് നമുക്ക് പരിശോധിച്ച് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഹലോ ജോബിഷ്. ഞാൻ ഈ പറഞ്ഞ ചിന്താഗതി മനസ്സിലാക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ടും എന്നാൽ കോംപ്ലിക്കേറ്റഡുമായിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പൊളിറ്റിക്കൽ പാർട്ടി എടുക്കാം. നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലുമോ ഒരടിസ്ഥാനവും ഇല്ലാണ്ട് ചില കാര്യങ്ങൾ വാദിക്കും. അതായത് പാർട്ടി ഏതും ആയിക്കോട്ടെ, എ, ബി ഓർ സി, എൻ്റെ പാർട്ടിയാണ് ഇന്ന പദ്ധതി ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട് വാദിക്കും. ഒരടിസ്ഥാനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും അവരെന്തിനാണ് ഈ ഇല്ലാത്ത കാര്യത്തിന് വാദിക്കുന്നത്, അതില്ലാത്ത കാര്യത്തിൽ വാദിക്കുന്നത്, അല്ലെങ്കിൽ അവർ നുണ പറയുകയല്ല. അവർ ആ കാര്യം സത്യമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ആ സത്യത്തെയാണ് അവർ വാദിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സത്യമായി മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഒരു ചെറിയ ഒരു കളിയായിരുന്നു. അത് ഞാൻ വളരെ ക്ലീനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അവർ പാർട്ടി നേതാക്കൾ പ്രസംഗിക്കും, അവർ വേദികളിൽ വെച്ച് പ്രസംഗിക്കും. അപ്പോൾ ഒരേ കാര്യത്തിന് ഒരു 5-6 നേതാക്കൾ ഒരുമിച്ച് വേറെ വേറെ സ്ഥലങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ അത് കേട്ട അത് നമ്മളെന്താ വിചാരിക്കുക, ഇത്രയും പേര് ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ അതിലെന്തെങ്കിലും കാമ്പില്ലാണ്ടിരിക്കില്ലല്ലോ. അങ്ങനെ നമ്മളിത് സത്യമാണെന്ന് വിശ്വസിക്കും. ഇതിനെയാണ് ദ ഇല്യൂഷൻ ഓഫ് ദ ട്രൂത്ത് എഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ എക്സാമ്പിൾ നിങ്ങൾ തലയിൽ വെക്കേണ്ട. ഞാൻ പറഞ്ഞ ചിന്താഗതി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരു സിമ്പിൾ ഉത്തരവാണ്. നമ്മുടെ ബ്രെയിൻ ഒരു മടിയനാണ്. മടിയെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യം ചിന്തിച്ച് കൂട്ടുന്നുണ്ടല്ലോ, നമ്മുടെ ബ്രെയിൻ വർക്കാവുണ്ടല്ലോ. ആ മടിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. മടിയന്മാരുടെ പ്രത്യേകത എന്താ? എന്തെങ്കിലും ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ അതിന് എളുപ്പവഴി അവർ കണ്ടുപിടിക്കും. അതുപോലെ തന്നെയാണ് ബ്രെയിനും. എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എത്രത്തോളം എളുപ്പവഴി കണ്ടുപിടിച്ച് എനിക്ക് എളുപ്പമാക്കാൻ പറ്റുമെന്ന് ബ്രെയിൻ ചിന്തിച്ചെടുക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുതിയൊരു കാറ് വാങ്ങിച്ചിട്ട് ആദ്യത്തെ ദിവസം നമ്മൾ കാർ ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങളൊന്നും 100ാമത്തെ ദിവസം കാർ ഓടിക്കാൻ ശ്രദ്ധിക്കില്ല. നമ്മൾ കയറുന്നു, സീറ്റ് ബെൽറ്റ് ഇടുന്നു, മിറർ ശരിയാക്കുന്നു. അതേപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ 100ാമത്തെ ദിവസം, ആ വണ്ടി ഓടിക്കുന്ന 100ാമത്തെ ദിവസം കയറുമ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യും. പക്ഷേ നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല. കാരണം ബ്രെയിന് എല്ലാ കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്യും. അതായത് എളുപ്പത്തിലാക്കാൻ വേണ്ടി നമ്മൾ യാന്ത്രികമാക്കും. അപ്പോൾ എന്തിനാണ് ബ്രെയിൻ ഇങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ യാന്ത്രികമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ പോയിന്റ്, ബ്രെയിനിന് ഒരുപാട് എനർജി യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരുപാട് എനർജി കൺസ്യൂം ചെയ്യേണ്ട ടാസ്കിന് പകരം എളുപ്പമായി കഴിഞ്ഞാൽ എനർജി കുറച്ച് കൺസ്യൂം ചെയ്താൽ മതി. അതുകൊണ്ടാണ് ബ്രെയിൻ അങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പൂർവികരുടെ എടുക്കാം. അത് മനുഷ്യനുണ്ടായ കാലം മുതൽ നമുക്ക് പരിചിതമായൊരു കാര്യം സുരക്ഷിതമാണെന്നും നമുക്ക് പരിചയമില്ലാത്തൊരു വിഷയം, അൺനോൺ ആയിട്ടുള്ളൊരു കാര്യം നമുക്കത് ത്രട്ടണം അല്ലെങ്കിൽ അപകടം പിടിച്ചതാണെന്നും ഒരു വിശ്വാസം നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് മനുഷ്യൻ ജീവിച്ചപ്പോൾ മനുഷ്യൻ്റെ ടെറിട്ടറി ഉണ്ട്. ആ ടെറിട്ടറിയുടെ ഉള്ളിലുള്ള പഴങ്ങളും പച്ചക്കറികളൊക്കെ മനുഷ്യൻ കഴിക്കും. പക്ഷേ അതിന് പുറത്ത് പോയി കഴിഞ്ഞാൽ മനുഷ്യൻ കാണാത്തൊരു പച്ചക്കറിയോ അല്ലെങ്കിൽ പഴമോ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനത് അപകടം പോലെ തോന്നും. അതായത് ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ എനിക്ക് ഫെമിലിയർ അല്ലല്ലോ, പരിചിതമല്ല, അപ്പോൾ ഇത് വിഷമാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കും. അതേ മനസ്സാണ് നമുക്ക് തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഒരു പ്രാവശ്യം കേട്ടു, അപ്പോൾ നമുക്ക് അത്ര പരിചയമില്ല. 2ാമത്തെ പ്രാവശ്യം കേട്ടു, 3 പ്രാവശ്യം കേട്ടു, 4 പ്രാവശ്യം, അങ്ങനെ കേട്ട് 10 പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിനിന് അത് പരിചിതമായി. അപ്പോൾ പരിചയമായ കാര്യം എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ കാര്യമാണ്. അപ്പോൾ അത് വിശ്വസിക്കും. ഇനി അതിൽ 3ാമത്തെ കിടക്കുന്ന ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രെയിനിന് എപ്പോഴും ഒരു സോഷ്യൽ അമ്നേഷ്യ ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു വാർത്ത കേട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ബ്രെയിൻ ഫീഡായാലോ അത് എവിടെ നിന്ന് കിട്ടി അല്ലെങ്കിൽ എങ്ങനെ വന്നു എന്നുള്ള സോഴ്സ് നമ്മൾ മറന്നു. ആ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവും. പിന്നീട് നമ്മൾ കുറേ കാലമായപ്പോൾ നമ്മുടെ സോഴ്സ് മറന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും വേറെ ആരെങ്കിലും ഇത് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വിചാരിക്കും, ഇത് ഞാൻ മുമ്പ് ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് സത്യമാവാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ബ്രെയിന് സത്യം പറഞ്ഞാൽ എളുപ്പമായി. നേരത്തെ പറഞ്ഞ പോലെ മടിയൻ്റെ സ്വഭാവം പോലെ എളുപ്പമാണ്. അതായത് ഫെമിലിയറായ കാര്യം മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമാണ്. മറ്റേ സോഴ്സ് തപ്പിപ്പോവുക അല്ലെങ്കിൽ ആ വാർത്തയുടെ സത്യത്തെ പോയിട്ട് അങ്ങനെ പോകുന്ന പണിയെടുക്കേണ്ടി വരും. പണിയെടുക്കണേം കാട്ടും നല്ലത് ഈ കാര്യം വിശ്വസിക്കുക എന്നുള്ളതാണ് എളുപ്പവഴി. അപ്പോൾ അങ്ങനെ ബ്രെയിനിൻ്റെ ഉള്ളിൽ അടിയുറച്ച് പോകും ആ നുണ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഈ രാഷ്ട്രീയ പാർട്ടി എക്സാമ്പിൾ മാത്രം എടുക്കണ്ട. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളൊരു എനർജി ഡ്രിങ്ക് കുടിച്ച് ഹൈറ്റ് വയ്ക്കെന്ന് പറഞ്ഞൊരു പരസ്യം ഇറക്കേണ്ടായിരുന്നു. പരസ്യക്കാർ ഇതിനെ ചെയ്യുന്നത്. അതായത് പല സ്ഥലത്തും ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ, അതായത് നമ്മൾ സത്യമാണ് വരുത്തി തീർക്കാനായിട്ട് എന്തെങ്കിലും ഇല്ലോജിക്കലായിട്ടുള്ള കാര്യം നമ്മളിൽ ഫീഡ് ചെയ്യും. അങ്ങനെ കുറേ പ്രാവശ്യം കിട്ടിയുമ്പോൾ സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കും.
ശ്രീകൃഷ്ണപുരം നക്ഷത്രകൻ സിനിമയിലെ ജഗദീഷ് ശ്രീകുമാർ മറ്റേ സോപ്പിൻ്റെ പരസ്യം നിൽക്കുന്നത് ചർമ്മമർമാണി ഹെർബൽ സോപ്പ് എന്ന് പറഞ്ഞിട്ട് പരസ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അതായത് കുറേ സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ പാകത്തിലുള്ള ആൾക്കാർ ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സത്യമാണെന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഈ പരസ്യക്കാർ നമ്മൾ മുതലെടുക്കുന്നത്. ഇനി ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വഴികളാണുള്ളത്. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഫാക്ട്സിന് പുറകെ പോകുക. അതായത് നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് സത്യമാണോ, അതിന് ലോജിക്കുണ്ടോ, അതിന് തെളിവുണ്ടോ എന്നുള്ള കാര്യത്തെ നമ്മളൊന്ന് അറിയാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഒരു കുറച്ച് സെക്കൻഡ് ഒന്ന് പോസ് ചെയ്യുക. അതായത് ഇത് ഞാൻ ശരിക്കും വിശ്വസിക്കണോ അതോ ഇത് വേറൊരാൾ പറഞ്ഞത് കൊണ്ടാണോ ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ വേറെ 2-3 പേര് ഒരുമിച്ച് പറഞ്ഞത് കൊണ്ടാണോ ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. അപ്പോൾ നമുക്കിതിന് മറികടക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്ത് തന്നെ ആയാലും അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.